ഖുർആൻ നോമ്പിനെ സംബന്ധിച്ച് പറയുകയും അതിനെ സംബന്ധിച്ച് അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം അതിലൂടെ ഉണർത്തുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ കാര്യം. അഥവാ നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരതരാകേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയെപ്പറ്റി, നോമ്പിനെപ്പറ്റി, അതിൻ്റെ കർമ്മശാസ്ത്രവും ഒക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ, എന്നെ പറ്റി അന്വേഷിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫൈനി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഒരിക്കലും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുന്നവനല്ല അല്ലാഹു. മനുഷ്യരോട് ഏറ്റവും അടുത്തവൻ. ഉജീബു ദഅവത ദാഇ, ഈ അല്ലാഹുവുമായി നമുക്ക് ബന്ധപ്പെടാനുള്ള ഏക വഴി അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ മനുഷ്യർക്ക് അല്ലാഹുവുമായി ബന്ധപ്പെടാൻ സാധിക്കൂ. അല്ലാഹുവിനെ നേരിട്ട് കണ്ട് അല്ലാഹുവോട് സങ്കടം ബോധിപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല, സൃഷ്ടികൾക്ക് സാധ്യമല്ല. മറിച്ച് കാണുന്നത് പോലെ അല്ലാഹുവോട് കാര്യങ്ങളെല്ലാം പറയാനും അവന്റെ മുമ്പിലെല്ലാം തുറന്നു വെക്കാനും മനുഷ്യന് സാധിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്സാൻ എന്ന അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അല്ലാഹുവോട് ആരാധനകൾ നിർവഹിക്കുക. നിന്നെ അവൻ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലെങ്കിൽ. അപ്പൊ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപസ്ഥനാണ്, നമ്മളെ കാണുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, നമ്മളെപ്പറ്റി എല്ലാം അറിയുന്നു. നമ്മൾ ഏതൊരു കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് അല്ലാഹു. അതിന് അല്ലാഹു ഒരു പരിഹാരം എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിൽ ചെന്നില്ലെങ്കിൽ ഇത് പടച്ചവൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. അതിന് അതിൻ്റെതായ കാരണങ്ങൾ അല്ലാഹു അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആ ബോധത്തോടു കൂടി ക്ഷമിച്ചു നിൽക്കുന്നവന് തീർച്ചയായും അതവന് ഉപകാരപ്പെടും, ഇരുലോകത്തും ഉപകാരപ്പെടും എന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് നീ ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നത് അത് നിങ്ങൾ ചോദിക്കുന്നത് ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അല്ലെങ്കിൽ ഉടൻ തന്നെ അള്ളാഹു നൽകിയേക്കാം. അങ്ങനെയാകാം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള എന്തെങ്കിലും വിപത്തുകൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ ഈ പ്രാർത്ഥന കാരണം നീങ്ങിയിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കായി അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അല്ലാഹുവോട് പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നരുത്. അല്ലാഹുവോട് എന്തായാലും പറയണം. എന്നോട് പ്രാർത്ഥിച്ചാൽ അതിന് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് ഫല്യസ്തജീബൂ ലി, എന്നോട് ഉത്തരം ചോദിക്കും. പടച്ചവനോട് പ്രാർത്ഥിക്കുക. അതാണ് മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം. നമ്മൾ മുസ്ലിങ്ങൾ, വിശ്വാസികൾ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. പ്രാർത്ഥന മറ്റൊരുത്തരോടും ഒരു സൃഷ്ടിയോടും മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പാടില്ലാതെ അല്ലാഹുവോട് മാത്രമാണ്. അതാണ് ഫല്യസ്തജീബൂ ലി വയുമിനൂ ബി, എന്നിൽ വിശ്വസിക്കുക, എന്നിട്ട് എന്നോട് നിങ്ങൾ ഉത്തരം തേടുക. പടച്ചോനെ നീ ഇതിന് ഉത്തരം നൽകണേ എന്ന് നീ പ്രാർത്ഥിക്കുക. ലഅല്ലഹും യർശുദൂൻ, അതാണ് നിങ്ങൾക്ക് കാര്യബോധമുണ്ടാകുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യം അതാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രാർത്ഥന അതാണ് നമ്മൾ ഈ റമദാനിലെ ഈ നോമ്പിന്റെ ഒക്കെ സന്ദർഭത്തിൽ വളരെ പ്രധാനമായി നമ്മൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എന്താണ് അള്ളാഹുവോട് പറയാനുള്ളത്? നമുക്കതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദി, മറ്റൊരു സ്ഥലത്ത് എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു കാര്യം അതന്നെയാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങളോട് ഒരുപാട് കുറ്റം ചെയ്തവരാണ്. എല്ലാ മനുഷ്യന്മാർക്കും തന്നോട് തന്നെ ഒരുപാട് കുറ്റം ചെയ്യണം. അതായത് നമ്മളൊരു പാപം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളോട് ചെയ്യുന്ന പാപമല്ല.
യഥാർത്ഥത്തിൽ അത് അവനവന്റെ മനസ്സിനോട്, അവനവന്റെ ആത്മാവിനോട് തന്നെയാണ് ഈ പാപം ചെയ്യുന്നത്. ഒരാൾ ഏത് രീതിയിൽ എന്ത് പാപങ്ങൾ ചെയ്യുകയാണെങ്കിലും ആത്യന്തികമായി അതിന്റെ ഫലം അനുഭവിക്കുന്നവൻ അവൻ തന്നെയാണ്. അത് അവനോട് തന്നെ ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങളോട് തന്നെ നിങ്ങൾ പാപം ചെയ്ത എന്റെ അടിമകളോട് നീ പറഞ്ഞു കൊടുക്ക്. എന്താണ്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത് കേട്ടോ. അള്ളാഹു ഇത് കേൾക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു കാരുണ്യം ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. അള്ളാഹു പുറത്തു തരില്ല എന്നൊരിക്കലും ഒരു കാരണവശാലും ഒരു വിശ്വാസി വിചാരിക്കരുത്. കാരണം ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, സകല പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു. ഇത് അള്ളാഹുവിന് മാത്രമാണ് ഏത് പാപങ്ങളും പുറത്തു വിടാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യര് അവനോട് ചെയ്യുന്ന പാപങ്ങളിൽ ചില പാപങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ തന്നെ പറ്റൂല, മറക്കാൻ തന്നെ പറ്റാത്ത, എനിക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തത്, പൊറുക്കാൻ കഴിയാത്തത് എന്നൊന്നില്ല. അവന്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, അവന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാൾക്ക് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പുറത്തു തരും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കാൻ? വേറെ ആരുണ്ട്? അള്ളാഹിനോട് മാത്രമേ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില പദ്യങ്ങളും പാട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യല്ലേ, പാടല്ലേ എന്നൊക്കെ നമ്മൾ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു, കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തു. അതുകൊണ്ട് മുഹമ്മദ് നബി പ്രവാചകരെ നിങ്ങൾ എനിക്ക് പുറത്തു തരണം എന്നൊക്കെ മൗലൂദിന്റെ സന്ദർഭത്തിൽ ആളുകൾ പ്രാർത്ഥിച്ചു പോകുന്ന പാട്ടുപാടി പോകണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയും പറയല്ലേ, അത് പറയല്ലേ. നിങ്ങൾ പാപം പൊറുക്കാൻ നിങ്ങൾ അള്ളാഹിനോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാരണം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റാരാ നിങ്ങളുടെ ഈ പാപങ്ങളൊക്കെ പുറത്തുതരാ? ആരും പുറത്തുതരാനില്ല. പടച്ചവന് മാത്രമേ പാപങ്ങൾ പുറത്തുതരാൻ പറ്റുള്ളൂ. മുഹമ്മദ് നബിക്ക് പറ്റൂല, മറ്റാർക്കും നമ്മളുടെ അവന കഴിഞ്ഞു പോയ പാപങ്ങൾ വേറെ ആർക്കും പുറത്തുതരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് പറയണം. നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ഈ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളോട് പറയുന്ന കാര്യമുണ്ട്. യൂസുഫിനെ കാണാനല്ല, മറ്റ് സന്ദർഭങ്ങളിലൊക്കെ വന്ന് വാപ്പാനോടൊന്ന് പറയുമ്പോൾ വാപ്പ പറയുന്നുണ്ട്, യാക്കൂബിനെ പറയില്ലാത്ത മക്കളെ നിങ്ങൾ നിരാശരാകരുത്, നിരാശ നിങ്ങൾ ഉണ്ടാകരുത്. മിർ റൗഹില്ല, അള്ളാഹ് ഒരു തുറസ് നൽകും എന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളെ നിഷേധികൾക്ക് മാത്രമേ അള്ളാഹു ഒരു തുറസ് തരില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാവുള്ളൂ. വിശ്വാസികൾക്ക് അള്ളാഹു എന്തായാലും ഒരു തുറസ് നൽകും, പുറത്തു തരും, അവൻ അംഗീകരിക്കും, അവൻ പാപം സ്വീകരിക്കും, അവൻ എല്ലാം എനിക്ക് മറന്നു തരും എന്നുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള ശുഭപ്രതീക്ഷ അത് ഒരിക്കലും വിശ്വാസികൾ കൈവിടാൻ പാടില്ല. അള്ളാഹുവോടും അവനോട് പറയുന്നതിനും അവന്റെ മുമ്പിൽ കൈകൂപ്പുന്നതിനും അവന്റെ മുമ്പിൽ കരയുന്നതിനും അവന്റെ മുമ്പിൽ തന്റെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുകയും അള്ളാഹുവോട് താഴ്ന്നുകൊണ്ട് പറയുകയും ചെയ്യുക. അതിന് പറ്റിയ സന്ദർഭങ്ങൾ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ അള്ളാഹുവോട് പുറത്തു തരാൻ ആവശ്യപ്പെടണം. ബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹു അന്ത്യയാമങ്ങളിൽ പുറത്തു തരാൻ നമസ്കാരങ്ങൾക്ക് ശേഷം, അങ്ങനെ ഏതു സന്ദർഭത്തിലും. ഇനി നമസ്കാരം മുഴുവൻ എടുത്തു നോക്കിയാലും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പാപമോചനത്തിനാണ്, പാപമോചനത്തിന് വേണ്ടി തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾക്ക് പാപത്തിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ഈ ദുനിയാവെന്ന്, ഈ ഭൂമിയിൽ അങ്ങോട്ട് പോകാൻ അതിന് നമ്മളെ സജ്ജമാക്കുന്ന രീതിയിലാണ് പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ 10ന്റെ സന്ദർഭമാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അങ്ങനത്തെ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന, ലൈലത്തുൽ ഖദ്ർ എന്നൊരു രാത്രി ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് റസൂലെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക, ഈ അവസാനത്തെ പത്തിൽ എന്താണ് പ്രാർത്ഥിക്കുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, നീ ധാരാളമായിക്കൊണ്ട് പാപം പുറത്തു തരുന്നവനാണല്ലോ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ. വിട്ടുവീഴ്ച ചെയ്യാൻ നിനക്ക് ധാരാളം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ പാപങ്ങളൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്തു തരണം, പുറത്തു തരണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഈ വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കുക എന്ന സ്വഭാവം അത് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. നമ്മളോടാണെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അത് അനങ്ങാൻ പറ്റില്ല, വിട്ടുകൊടുക്കണ പ്രശ്നമല്ല, അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എത്ര വലിയ കുറ്റം പാപം നമ്മളോട് ചെയ്താലും പുറത്തു കൊടുക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ പുറത്തു കൊടുക്കണം. അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ധാരാളമായി നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ അതാണ്. ഈ വിട്ടുകൊടുക്കാനുള്ള നമ്മളുടെ മനസ്സിന്റെ ഒരു തരം അഹങ്കാരത്തിന്റെ ഭാഗമാണ്, അഹംഭാവമാണ് യഥാർത്ഥം. നമ്മൾ ഈഗോ എന്നൊക്കെ നമ്മൾ പറയും, അഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. വിട്ടുകൊടുക്കൂല, പുറത്തു കൊടുക്കൂല എന്ന് വിചാരിക്കും. അതിന്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മൾ ബന്ധത്തിലെ, കുടുംബത്തിലെ പല രക്തബന്ധമുള്ള ആളുകളോട്, സഹോദരന്മാരോടും സഹോദരിമാരോടും മറ്റുള്ളവരോടൊക്കെ പിണങ്ങി നിൽക്കുന്നത്. ഉമ്മാനോടും വാപ്പാനോടും വരെ പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ എന്താ പ്രശ്നം ആലോചിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, ചെറിയ 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 പ്രശ്നങ്ങൾ. അത് സാരല്ല, എൻ്റെ ഉമ്മയല്ലേ, അതിന്റെ വാപ്പയല്ലേ, അതിന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ അനിയനല്ലേ, മകനല്ലേ, ഭാര്യയല്ലേ, ഭർത്താവല്ലേ എന്നൊക്കെ രീതിയിൽ സാരല്ല എന്ന് വിചാരിക്കുന്ന ഒരു വിധാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഇത്രയും നോമ്പൊക്കെ നോറ്റ് ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ചിട്ടും നമുക്ക് അതിലേക്കൊന്ന് എത്താൻ കഴിയണില്ലെങ്കിൽ നോമ്പ് നമുക്ക് വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അത്തരം സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള സംഗതിയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അത് നമുക്ക് പറയാനുള്ള അർഹത വേണം. പടച്ചോനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറയും ചെയ്യുക, നമ്മളൊന്നും വിട്ടുകൊടുക്കാതിരിക്കും അവസ്ഥ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കുറേ വിട്ടുകൊടുത്തിട്ട് പടച്ചോനോട് എല്ലാം വിട്ടുകൊടുത്തിട്ടില്ല, ഞാൻ എനിക്കും വിട്ടുതരണേ. അങ്ങനെയാണല്ലോ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഒരു കച്ചവടക്കാരനെ പറ്റി നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പരലോകത്തെത്തുമ്പോൾ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് അമലും സാലിഹായിട്ട് എന്താ ഉള്ളത് ചോദിക്കുമ്പോൾ ആ വിശ്വാസിയായ മനുഷ്യന് കാര്യമായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹോൾസെയിൽ കച്ചവടക്കാരനായിരുന്നു, പക്ഷേ എൻ്റെ റീറ്റെയിൽ സാധനങ്ങൾ പണം പിരിപ്പിക്കാൻ പോകുന്ന ആളുകളോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഈ റീറ്റെയിൽ കച്ചവടക്കാരെടുത്ത് നിർബന്ധം പിടിച്ചു വാങ്ങുന്നു വേണ്ട, ഓലൊരു അവധി വേണമെന്നൊക്കെ പറഞ്ഞാൽ നീ അവധി കൊടുക്കണം, അവർക്ക് ആ രീതിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ എൻ്റെ തൊഴിലാളികളായ കച്ചവടക്കാരെ പണം പിരിപ്പിക്കാൻ പോണ ആളുകളോട് പറയാറുണ്ടായിരുന്നു. ആ പറയുമ്പോ അദ്ദേഹം പരലോകത്ത് പറയുന്ന കാര്യമാണ്. ആ പറയുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ഒരു നാൾ വരുമല്ലോ അന്ന് ഞാൻ ഇതുപോലെ മറ്റുള്ള എന്റെ പലതും വിട്ടുവീഴ്ച ചെയ്ത് തരണേന്ന് പടച്ചോനോട് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുമല്ലോ, അന്ന് ഇതിന്റെ പേരിൽ പടച്ചോൻ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പടച്ചോനെ ഞാൻ ആ സംഗതി എൻ്റെ തൊഴിലാളികളോടൊക്കെ ഞാൻ പറഞ്ഞത് എന്ന് പറയുകയും ആ മനസ്സിന് വിലമതിക്കുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പാപങ്ങൾ പൊറുക്കപ്പെടുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാവുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ വിട്ടുവീഴ്ച റമദാനിന്റെ ഈ അന്ത്യ അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് പറയാം. എല്ലാവരും പലരും റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് പറയുന്നല്ലോ, ഹിദായത്ത് ഉണ്ടാക്കിയിട്ട് ഇനിയും ഹൃദയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കല്ലേ എന്ന് പറയുന്ന രീതിയിൽ ഓരോ ദിവസവും നമ്മൾ പലതുകൊണ്ടും ആരാധനകൾ കൊണ്ടും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും മറ്റു പലതുകൊണ്ടും നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നല്ലൊരു പാതയിലേക്ക് നീങ്ങുകയാണ്. ആ നീങ്ങുമ്പോൾ ഇത്തരം കുറെ തടസ്സങ്ങൾ നമ്മൾക്ക് ഉണ്ടാകരുത്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട്. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ
ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മളെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിശാലത കിട്ടൂലേ എന്ന് നിങ്ങൾ സംശയിക്ക പോലും ചെയ്യരുത്. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വിശാലതയിൽ നീ ഒരിക്കലും നിരാശരാകരുത് എന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്മളിതൊക്കെ പറയുന്നത്? അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് മനുഷ്യരെ, നിങ്ങളൊക്കെ അള്ളാഹിന് ആവശ്യമുള്ളവരാണ്. അള്ളാഹുവിന് ആവശ്യമില്ലാത്തവരല്ല നിങ്ങൾ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് അള്ളാഹുവിന് ആവശ്യമാണ്. നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്കും പടച്ചോൻ തന്ന സംവിധാനങ്ങളും പടച്ചോൻ തന്ന അവന്റെ ശരീരവും ശരീരത്തിന്റെ വ്യവസ്ഥിതിയും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പടച്ചോനെ നിഷേധിക്കുന്നത്. അള്ളാഹ് തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സംസാരിക്കാനുള്ള കഴിവ് അത് പടച്ചോൻ നൽകുന്നതാണ്. ആ സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് പടച്ചോൻ ഇല്ല എന്ന് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അള്ളാഹു അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അതുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് ഒരു നാളുണ്ട്, നമുക്കൊക്കെ മടങ്ങി ചെല്ലാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ഈ രണ്ടാലൊന്നുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമതൊന്നും അവിടെ ഇല്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതില് സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആരും ഇത്തരം ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി നമ്മുടെ സമയം വിനിയോഗിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ആ സ്വർഗത്തെ പറ്റി നമ്മൾ ഒരുപാട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലോകം. അങ്ങനെ ഒരു ലോകം അല്ലല്ലോ ഇത്. എന്തൊക്കെ ആഗ്രഹിക്കും അതൊക്കെ കിട്ടുന്ന ലോകം. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, എല്ലാം പുറത്തു തരുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഒരു വിരുന്നാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹറത്തുൻ, നിങ്ങൾ അവിടെ ശാശ്വതരും. അതാണ് അതിൽ ഏറ്റവും ആകർഷകമായ സംഗതി. മരണമില്ലാത്ത ഒരു ലോകം, പിന്നെ കാലാകാലം ജീവിക്കാനുള്ള ഒരു ലോകം. ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്ന, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ പൂവണിയുന്ന, എല്ലാ അർത്ഥത്തിലുള്ള സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാവുന്ന ഒരു ലോകം. ആ ലോകത്തെ പറ്റി നമുക്ക് മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വമാ ഖതറ ബിബാലിഹി എന്നാണ്. ആരും ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. മനുഷ്യന്റെ ചിന്തയിൽ പോലും, അത് ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് ഭാവനയിൽ പോലും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ ഭാവനക്ക് അതീതമായ, ആലോചിച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ലോകം നമ്മുടെ പിന്നിൽ, നമ്മുടെ കൂടെ ഉണ്ട് എന്നും അവിടേക്ക് എന്തായാലും പോകേണ്ടി വരും. ഏത് ദൈവനിഷേധിയാണെങ്കിലും അവിടേക്ക് മരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തും. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം അത് സ്വർഗത്തിലേക്ക് എത്തണം. സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. എല്ലാവരും മരിക്കും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പ്രതിഫലം കിട്ടും. എന്തെങ്കിലും ദുനിയാവിൽ ചെയ്തൊരു സംഗതി പടച്ചോനെ അത് ഞാൻ ചെയ്തിട്ട് ഇത് കാണുന്നില്ലല്ലോ ഇവിടെ എന്നൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിൽ നിന്ന് ഏതെങ്കിലും വിധേന നിങ്ങൾ അകറ്റപ്പെടുകയും ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അതാണ് വിജയം. ആ വിജയത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. നമ്മൾ ബോധപൂർവം അത് നമ്മൾ അമലുകൾ ചെയ്യുക. നമ്മളുടെ ചിന്തകളിൽ നിന്നും നമ്മളുടെ അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. നമ്മളുടെ മറ്റു പല സംഗതികളും നമ്മൾക്ക് അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. ആ നിയന്ത്രണമൊക്കെ ചെയ്താൽ വളരെ ചെറിയ നിയന്ത്രണങ്ങൾ, ചെറിയ കൽപ്പനകൾ അത്രയൊക്കെ അല്ലേ ഉള്ളൂ. പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പാനീയങ്ങളിൽ നിന്ന് എന്ത് വെള്ളവും നിങ്ങൾ കുടിച്ചോളി, കള്ളു കുടിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഭക്ഷണങ്ങളിൽ നിന്ന് എന്തും നിങ്ങൾക്ക് ചെയ്യാം, അതിന് കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കള്ളു കുടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ ധിക്കാരല്ലേ? ലക്ഷക്കണക്കിന് പാനീയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് അതിന് ഈ ലഹരി ഉണ്ടാക്കുന്നത് മാത്രമേ എനിക്ക് എന്റെ സുഖം അതിലൂടെ കിട്ടുള്ളൂ എന്ന് ഒരാൾ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ
അവനേക്കാൾ വലിയ ധിക്കാരി ആരാണ്? കാരണം ലക്ഷക്കണക്കിന് മറ്റ് പല രീതിയിൽ പല രൂപത്തിലുള്ള പാനീയങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ വായക്കും തൃപ്തിയുള്ളതൊക്കെ നിങ്ങൾ കുടിച്ചോളൂ. പക്ഷേ ലഹരി ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യും. അത്രയല്ലേ ഉള്ളൂ നമ്മൾക്കുള്ള വിലക്കുകൾ എന്ന് പറയുന്നത്. അത്രയല്ലേ വിലക്കുള്ളൂ. വസ്ത്രം, നിങ്ങൾ ഏത് വസ്ത്രം എങ്ങനത്തെ വസ്ത്രങ്ങൾ അണിഞ്ഞോളൂ, ഒരു വിരോധമില്ല. പക്ഷെ ചെറിയ 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 ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ പാലിക്കണം. അത്രയല്ലേ ഉള്ളൂ നമ്മൾക്കുള്ളൂ. അങ്ങനെ ഭൗതികമായി നമ്മൾക്ക് കൂടുതൽ വിലക്കുകളൊന്നും ഇല്ലാതെ നമ്മളോട് കുറച്ച് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് വിലക്കുകളില്ലാത്ത, കാര്യമായ വിലക്കുകളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ വിലക്കുകളിലൂടെ നമ്മൾ കുറച്ചു കാലം ഈ ആയുസം കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. എല്ലാ അർത്ഥത്തിലും നന്മ മാത്രമുള്ള ഒരു ലോകം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നൊന്നുള്ള ഏത് കാലത്തും ജീവിക്കാവുന്ന ഒരു ലോകം, ആ ലോകം മുഴുവൻ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കാലം, അവിടെ നമ്മളും നമ്മളുടെ കുടുംബവും നമ്മുടെ ഇണകളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് സ്വർഗപ്രവേശനം സിദ്ധിച്ച് എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ എല്ലാ അർത്ഥത്തിലുള്ള സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നൊരു വലിയ ലോകത്തേക്ക് യാത്ര തിരിച്ചിരിക്കണം നമ്മൾ. ഈ വഴിയിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൂടുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ദൗർഭാഗ്യമാണത്. നമ്മുടെ യാത്ര എന്തായാലും പോകാതിരിക്കൂല. എല്ലാവരും ഈ യാത്രയിൽ പങ്കാളികളാണ്. ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ നിന്നാൽ അവിടുന്ന് നിൽക്കാൻ കഴിയില്ല, അവിടുന്ന് പോകേണ്ടി വരും. പക്ഷെ എത്തുന്ന സ്ഥലം നമുക്ക് സ്വയം തീരുമാനിക്കാനുള്ളതാണ്. നമ്മളാണ് നമ്മൾക്ക് എത്തേണ്ട സ്ഥലം തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ച് ജീവിതം പാകപ്പെടുത്തണമെന്നാണ്. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. റമദാനിന്റെ അവസാനത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ട സന്ദർഭമാണ്. ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തറാവീഹ് നിസ്കാരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾ ശരിയായി നിർവഹിക്കണം. ഫർദ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം, ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ പണ്ടൊന്നും പാരായണം ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്തായാലും പാരായണം ചെയ്യണം. അത് നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും തപ്പിത്തടഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഓതണം. അതിന്റെ പ്രതിഫലം നിങ്ങൾ വാങ്ങണം. അങ്ങനെ ഓരോ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടി നിങ്ങൾ ഈ റമദാനിൽ നിന്ന് പുറത്തു പോകാനേ പാടുള്ളൂ. ആ കൂട്ടത്തിൽ മറ്റൊരു സംഗതിയാണ് ഇത്തിക്കാഫിരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇത്തിക്കാഫിരിക്കണം. അത് പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടലാണ്. പള്ളിയിൽ തന്നെ മുഴുവൻ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പത്നിമാരുമൊക്കെ റമദാനിന്റെ അവസാനത്തെ 10 മുഴുവൻ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടാറായിരുന്നു പതിവ്. അങ്ങനെ അതിനാണ് ഇത്തിക്കാഫ് എന്ന് പറയാം. പള്ളിയിൽ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ള അർത്ഥമല്ലല്ലോ. പള്ളിയിൽ വന്നാൽ അവിടെ ഖുർആൻ പാരായണവും മറ്റു നല്ല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ സമയം മുഴുവൻ കഴിച്ചുകൂട്ടി ഇത്തിക്കാഫ് ഇരുന്ന് അതൊക്കെ പ്രതിഫലമായി നമുക്ക് മാറുന്ന, അങ്ങനെ റമദാനിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടക്കുമ്പോൾ വലിയ ഒരു അമലുകളുടെ വലിയ ഒരു ചുമട് നമ്മളുടെ തലയിൽ വെക്കാൻ നമുക്ക് സാധിക്കണം. വലിയ ഒരു നിധി നമ്മൾ സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകണം. ആ രീതിയിൽ ഇനി കുറച്ച് ദിവസം കൂടി, 5-6 ദിവസം കൂടി നമ്മൾക്കുള്ളൂ. 5-6 ദിവസം നിങ്ങൾ ആ രീതിയിൽ ശ്രദ്ധയോടുകൂടി ബോധപൂർവം ജീവിക്കാൻ, സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സമയം അനാവശ്യമായി ചെലവഴിക്കാതെ കൂടുതൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ഇൻഷാ അല്ലാഹ് മിക്കവാറും അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും നമ്മളുടെ പെരുന്നാൾ. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ 10-20 മിനിറ്റ് ചന്ദ്രന്റെ സാന്നിധ്യം ചക്രവാളത്തിലുണ്ട്. അത് കാണുകയാണെങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ പെരുന്നാൾ അത് ശനിയാഴ്ചയിലേക്കാകും. 30 ദിവസം പൂർത്തിയാക്കി ശനിയാഴ്ചയിലേക്കാകും ഇൻഷാ അല്ലാഹ്. അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് നമുക്ക് ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായും നമ്മൾക്ക് നേരത്തെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് പോലെ ഈദ്ഗാഹിലേക്ക് നമ്മൾ
നേരത്തെ വരണം. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് എടുക്കുക, അങ്ങനത്തെ കുറച്ച് സംഗതികളുണ്ടല്ലോ നമ്മൾ കുട്ടികൾ, അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമായിട്ട്. പണ്ടത്തതിന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മളുടെ പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സിന്റെ കാലവും അതിന്റെ പാറ്റേണൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. തല മറക്കുക എന്ന് പറഞ്ഞത് അത് അതിന്റെ രീതി മാറി കഴിഞ്ഞു. അപ്പൊ തല മറക്കുക ഇസ്ലാം നിർബന്ധമായി പറഞ്ഞ സംഗതികളിൽ വിട്ടുവീഴ്ചയില്ലാതെ വിശാലമാക്കിയത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. ഇസ്ലാം വളരെ നിർബന്ധമായി വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞൊരു സംഗതിയാണ് തല മറക്കണം, നിങ്ങളുടെ ഷാളുകൾ നിങ്ങൾ മാറിലേക്ക് തൂക്കിയിടണം എന്ന് സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞൊരു സംഗതിയാണ്. ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പണ്ട് ഉള്ളതിൽ വ്യത്യസ്തമായി ആ അവസ്ഥ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എല്ലാവരും ആ അവനവന്റെ മക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ മക്കൾ പ്രത്യേകവും ചെറുപ്പക്കാരായ പെൺകുട്ടികളും ഒക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ശരിയായ രീതിയിൽ മഫ്തയും മറ്റുമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. തല മറക്കാത്ത ഒരു രീതി കടന്നു വരുന്നുണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു സംഗതി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ പെരുന്നാളാവുമ്പം എല്ലാവരും മുടിയൊക്കെ വെട്ടുന്ന ആളുകളാണ്. ചെറിയ ചെറിയ കാര്യമാണ് നമ്മൾ വിചാരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിരോധിച്ച ഒരു രീതിയിലാണ് നമ്മളെ കുട്ടികൾ പലപ്പോഴും മുടി വെട്ടുന്നത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്നുള്ളത് എന്താന്നുള്ളത് നിങ്ങൾ പിന്നെ നെറ്റിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് അതിന്റെ ഇമേജസ് നോക്കിയത്. ഖസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ പല കുട്ടികളും മുടി വെട്ടുന്ന രീതിയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ സൈഡ് തലയുടെ ഒരു സൈഡ് മുണ്ടനം ചെയ്യുക, മുട്ടയടിക്കുന്ന രീതിയിലാക്കുക, ബാക്കിയുള്ളത് നിലനിർത്തുക. അങ്ങനെ നമ്മൾ മുടി വെട്ടുക എന്ന് പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു സംഗതിയാണ്. ഈ വിരോധിച്ചെന്ന് തന്നെ നമ്മൾ നിൽക്കരുതല്ലോ. അത് വിരോധിച്ചാണ് ഏറ്റവും ചെറിയത് മനസ്സിലാക്കുന്നതിന് ചെയ്യണം. അതിന് പലതരം പേരുകളും പലരും ഈ ഷോപ്പുകളിലൊക്കെ പല പേരും അതിനുണ്ടാവും. പക്ഷെ വിരോധിച്ചത് അല്ലാത്ത വേറെ എന്തെല്ലാം രീതിയിൽ നമുക്ക് മുടി വെട്ടാൻ പറ്റും. വേറെ പല രീതിയിലും മുടി വെട്ടാനും. അപ്പൊ നമ്മൾ ഏത് ഫാഷനുകൾ ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ മാറി വരും. അതിൽ വിരോധമില്ലാത്ത ഫാഷനുകളോ എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാം. വിരോധിക്കപ്പെട്ടത് തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. ഈ ഖസ് എന്നാണ് അതിന് പറയാം. കാഫ് ഐൻ നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. പിന്നെ ഗൂഗിളിലോ മറ്റോ ഒക്കെ അടിച്ചിട്ട് എന്നിട്ട് അതിന്റെ ഇമേജ് എടുത്ത ചിത്രം എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണല്ലോ ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഉള്ള, നമ്മളെല്ലാ ചെറുപ്പക്കാർ കുട്ടികളും ഈ മുടി വെട്ടാണല്ലോ ഇപ്പൊ നടത്തുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാവും. അതൊക്കെ ഓരോ ഫുട്ബോൾ താരങ്ങളിൽ നിന്നോ സിനിമാ താരങ്ങളിൽ നിന്നോ ഏതെങ്കിലും താരങ്ങളിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ പടർന്നു വരുന്ന ഓരോ സംഗതിയാണ്. അത് ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ മുടി വെട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ മുടി വെട്ടുന്ന ബാബുകളോട് പറയണം സൈഡിൽ പിന്നെ കത്തി വെക്കണ്ട കേട്ടോ. സൈഡ് കാരണം ഒന്നാകെ വടിച്ചെടുക്കേണ്ട സൈഡ് അവിടെ കത്തിയോട് വെട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ആ രീതി നമ്മൾ ശ്രദ്ധിക്കണം. അത് നബി വിരോധിച്ച ഒരു മുടിവെട്ടലാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസുകളിലൂടെ തന്നെ വിരോധം വന്ന റിപ്പോർട്ടാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ചില സംഗതികൾ വളരെ വ്യാപകം. എന്താന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ച ചില രൂപങ്ങളുണ്ട്. ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമ, പച്ച കുത്തുക. നമ്മുടെ അടിയിൽ അധികമൊന്നുമില്ല. പച്ച കുത്തുക ഒരു വലിയ ഫാഷനും കാര്യമൊക്കെ ആയിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും പല താരങ്ങളൊക്കെ ഫുൾ ശരീരത്തിന് മുഴുവൻ പച്ചക്കുത്തുന്ന രീതിയൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയായി നടക്കുന്ന ആണും പെണ്ണും ഈ രീതിയിൽ പച്ചക്കുത്തുന്ന രീതി കൂടുതൽ കണ്ടുവന്നിട്ടില്ല. എന്നാൽ പച്ച കുത്തുക എന്ന് പറഞ്ഞത് ശപിക്കപ്പെട്ട സംഗതിയാണ്. പച്ച കുത്താൻ പാടില്ല. ഈ ശരീരത്തിൽ എവിടെയും പച്ച കുത്താൻ പാടില്ല. പച്ച കുത്താൻ വേണ്ടി ആവശ്യപ്പെടാനും പാടില്ല. പച്ച കുത്തിക്കൊടുക്കാനും പാടില്ല. അതിന്റെ മുസ്ലിമായ ഒരാൾക്ക് പാടില്ല. രണ്ടാമത്തെ സംഗതി വന്നാമിസാത്ത് വൽ മുതനമ്മിസാത്ത്, പുരികം പ്ലക്ക് ചെയ്യുക. പുരികം പ്ലക്ക് ചെയ്യുക. അപ്പൊ പുരികം പ്ലക്ക് ചെയ്യുക എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരി കുട്ടികൾ ധാരാളം അങ്ങനെ ചെയ്യുന്ന സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പുരികം പ്ലക്ക് ചെയ്യുക. അപ്പൊ പുരികം അങ്ങനെ അത് ഓരോന്നിങ്ങനെ പറിച്ചെടുത്തിട്ട് അതിങ്ങനെ പ്ലക്ക് ചെയ്യുക. അതാണ് പുരികം പ്ലക്ക് ചെയ്യാൻ. പുരികത്തിന്റെ രോമങ്ങൾ ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ ശരിയാക്കി ലെവൽ ചെയ്ത് പ്രത്യേകമായ രൂപത്തിലാക്കി വെക്കുക. അങ്ങനെ ഉള്ള ഒരു രീതി റസൂലുള്ള അത് ശപിച്ച സംഗതിയാണ്. ലഅനല്ലാഹുൻ നാമിസാതി വൽ മുതനമ്മിസാത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് സംഗതികൾ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകമായി
ഈ റമദാൻ കഴിഞ്ഞ് ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ പ്രത്യേകമായി ഈ സംഗതികൾ ശ്രദ്ധിക്കണം. വേറെ വളരെ കൂടുതൽ അങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വേറെ പല സംഗതികളും നമുക്ക് അനുവദനീയമായ കാര്യങ്ങളുണ്ട്. അനുവദനീയമല്ലാത്ത സംഗതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പല രീതിയിലും പല രൂപത്തിലുള്ള മേക്കപ്പും മറ്റുമൊക്കെ പലതും നടത്തുന്നുണ്ടെങ്കിലും അതിൽ അനുവദനീയമല്ലാത്ത നമ്മളുടെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുപോലെ റമദാനിൽ തന്നെയാണ് നമ്മളുടെ ഫിത്തർ സക്കാത്തിന്റെ കാര്യം. ഫിത്തർ സക്കാത്ത് അത് ഒരാൾക്ക് ഒരു സാഴ് നമ്മൾ അതിനുള്ള ഭക്ഷ്യധാന്യം നമ്മൾ ഓരോരുത്തരും കൊടുക്കണം. അത് അവനവന്റെ വീട്ടിലുള്ള ചെറിയ ജനിച്ച കുട്ടിയടക്കം എല്ലാവർക്കും ഈ തോതിൽ നമ്മൾ നൽകണം. അത് പാവപ്പെട്ട ആളുകൾക്ക് നൽകണം. ആ രീതിയിലാണ് അത് നൽകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുഅമതൻ ലിൽ മസാകീൻ വ തുഹറതൻ ലിസായിമീൻ എന്നാണ്. പാവപ്പെട്ട ആളുകൾക്കൊരു ഭക്ഷണത്തിന് ഒരു അവസരം, അതുപോലെ നോമ്പ് നോറ്റ ആളുകൾക്ക് അവരുടെ നോമ്പിലെ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുന്ന സംഗതി. അപ്പൊ നോമ്പിലെ പോരായ്മ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണെങ്കിൽ വേണോ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്ത പ്രായം ചെന്ന വെല്ലിപ്പാക്ക് വേണോ എന്നൊക്കെ ആളുകൾ സംശയിക്കും. എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആണിനും പെണ്ണിനും അടിമക്കും ഉടമക്കും എല്ലാവർക്കും ഒരു വീതം നൽകി നിങ്ങൾ ഫിത്തർ സക്കാത്ത് നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. അപ്പൊ എല്ലാവരും ഫിത്തർ സക്കാത്ത് നൽകണം. ആ ഫിത്തർ സക്കാത്ത് നമ്മുടെ അവിടെ പൊതു സംവിധാനത്തിലൂടെ നൽകാം. ഏതായാലും ഫിത്തർ സക്കാത്ത് എല്ലാവരും നൽകുന്ന ഒരു രീതി ഉണ്ടാകണം. ആ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പെരുന്നാൾ ദിവസത്തിൻ്റെമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതായ പോരായ്മകൾ, അബദ്ധങ്ങൾ നമുക്ക്